കുട്ടികളെ സൈക്കിളിലാണോ ഏട്ടൻ വിളിച്ചോണ്ട് വന്നേ? ഇല്ല വസു, ഞാനും ഇപ്പോഴാ വന്നത്. കുട്ടികളെ താൻ വിളിച്ചോണ്ട് വരുന്ന ഞാൻ വിചാരിച്ചേ. ഉണ്ണി, നിങ്ങൾ എങ്ങനെയാ വന്നത്? നിങ്ങൾ ആരെങ്കിലും വരുന്നത് നോക്കിയിരുന്ന് അവസാനം ഞങ്ങൾ തന്നെ നടന്നിങ്ങ വന്നു. അത്രയും ദൂരത്ത് നിന്ന് നിങ്ങൾ നടന്നാണോ വന്നത്? അതെ അച്ഛാ, കാലൊക്കെ നല്ല വേദന എടുക്കുന്നു. ഞങ്ങള് നടന്ന് വരുമ്പോ ഉണ്ടല്ലോ ചെറിയമ്മ കാറിൽ പോകുന്നത് ഞങ്ങള് കണ്ടു വച്ചാ. ഞങ്ങള് ചെറിയമ്മേന്ന് ഒരുപാട് വിളിച്ചിട്ടും കാറ് നിർത്താതെ ചെറിയമ്മ പോയി. അച്ഛാ, വെള്ളം കുടിക്കച്ചാ. അച്ഛ സൈക്കിൾ ഓടിച്ചല്ലേ ഇതുവരെ വന്നത്? ഷോപ്പിങ്ങിന് പോയ കാർത്തിക എന്താ ഇനിയും വീട്ടിൽ വരാത്തെ? നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? കാർത്തികയുടെ കൂടെ അവളുടെ അമ്മയുണ്ടല്ലോ. കാർത്തിക ഇപ്പൊ ക്യാരിങ് അല്ലേ ഏട്ടാ? മാത്രമല്ല ഡെലിവറി ആവുന്നവരെ നല്ലോണം ശ്രദ്ധിക്കുകയും വേണം. വസുവിന് സംഭവിച്ച പോലെ കാർത്തികയ്ക്കും അബോഷൻ ആവുമെന്നാ ഇപ്പോ എന്റെ പേടി. ഒന്നും സംഭവിക്കില്ലടാ, നീ വെറുതെ ടെൻഷൻ അടിക്കില്ലേ. സ്വത്ത് മുഴുവൻ ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ വന്നേക്കുന്നേ. നമ്മളാണെങ്കിൽ ഫാക്ടറി വാങ്ങാനും പോകുന്നു. സോ ഹാപ്പി ആയിട്ടിരിക്കേ. ഈ സ്വത്തിനെക്കാളും ഫാക്ടറിക്കാളും ഒക്കെ ഇപ്പൊ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാ ഏറ്റവും വലുത്. അഖിലിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് വലിയ പ്രതീക്ഷയാണല്ലോ ബേബി. അത് തന്നെ എന്റെയും പേടി മോം. ഓരോ ദിവസവും കഴിയും തോറും അവന്റെ പ്രതീക്ഷകൾ കൂടുകയാണ്. അപ്പൊ എത്രയും വേഗം അത് തടഞ്ഞേ പറ്റൂ. ഇപ്പൊ തന്നെ പറയാം. എങ്ങനെയാ മോം പറയാൻ പോകുന്നത്? മോളെ കാർത്തിക, നിനക്ക് എന്താ പറ്റിയത്? ഇരിക്ക. ആന്റി, കാർത്തിക എന്തെങ്ങനെ ഇരിക്കുന്നേ? ഇവക്ക് എന്തെങ്കിലും പറ്റിയോ? വെരി ബാഡ് ലക്ക് അഖിൽ. നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നുപോയി. എന്തു പറ്റി ആന്റി? ഇവൾക്ക് അബോഷനായി പോയി. എന്താ ആന്റി പറയുന്നേ? കാർത്തികയ്ക്ക് അബോഷനായിന്നോ? അതെ അഖിൽ, ആവശ്യമില്ലാതെ ഞാൻ ഷോപ്പിങ്ങിന് പോയി. എസ്കലേറ്ററിൽ കാല് സ്ലിപ്പായി ഞാൻ വീണു.
എന്നിട്ട് മോം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അബോർഷൻ ആയെന്ന് ഡോക്ടർ പറഞ്ഞു. കള്ളോ എത്ര ഭംഗിയായിട്ടാടി നീ പറയുന്നേ. നീയും നിന്റെ ഒരു ഓസ്കാർ അഭിനയോ. നീ വിഷമിക്കാതിരിക്കും ബേബി. കൺട്രോൾ യുവർ സെൽഫ്. റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തോളൂ. അഖിൽ, ഇവളെ കൊണ്ടുവയ്ക്കോ. അയ്യോ കാർത്തിക മോളെ, നിനക്ക് അബോർഷൻ ആയോടി? അയ്യോ, നിനക്ക് ഇങ്ങനൊരു ആപത്ത് വന്നല്ലോടി എന്റെ പൊന്നുമോളെ. കരയണ്ട മോളെ, കരയണ്ട മോളെ. ഭംഗിയായിട്ട് നീ കാര്യങ്ങൾ അവസാനിപ്പിച്ചില്ലോടി. ഇത് നിന്റെ ഐഡിയോ അതോ നിന്റെ അമ്മയുടെ ഐഡിയോ? രണ്ടുപേരുടെയും ഓവർ ആക്ഷൻ കാണിച്ച് കൊളവാക്കല്ലേ. വിഷമിക്കല്ലേ മോളെ. ഇത്ര അശ്രദ്ധയോടെ നീ എന്തിനാ നടന്നത് കാർത്തികേ? ഏടത്തെ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അവളെ ശ്രദ്ധിച്ചില്ലേ? ആപത്ത് വരുമ്പോ പറഞ്ഞിട്ടാണോ വരുന്നത് ചേച്ചി? ഇത് ജസ്റ്റ് ഒരു ആക്സിഡന്റ്, അത്രേ ഉള്ളൂ. ആക്സിഡന്റ് എന്ന് ഇത്ര നിസ്സാരമായിട്ട് എങ്ങനെയാ പറയുന്നേ? വേറെന്ത് ചെയ്യാനാ? ഒച്ച വെച്ച് കരഞ്ഞ് ബഹളം കൂട്ടണമെന്നാണോ? കരഞ്ഞ് ബഹളം ഉണ്ടാക്കിന്ന് വെച്ച് നഷ്ടപ്പെട്ട കുഞ്ഞ് തിരികെ വരുമോ? അന്ന് വസുവിന്, ഇപ്പൊ കാർത്തികയ്ക്ക് ഈ വീടിനെന്തോ ശനി ബാധിച്ചതുപോലെ ഉണ്ട്. ഉണ്ടായിരുന്ന ശനി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ലേ എടുത്തി? പിന്നെ വേറൊരു ശനി എവിടുന്ന് വരാനാ? അല്ലെങ്കിൽ കുഞ്ഞിന് നഷ്ടപ്പെട്ട വേദനയിൽ എന്റെ ബേബി വിഷമിക്കുക. വീണ്ടും അത് തന്നെ ഓർമ്മിപ്പിച്ച് എന്റെ ബേബിയെ കൂടുതൽ വിഷമിപ്പിക്കരുത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ലീവ് ഇറ്റ്. ഒരു ജീവനെ എത്ര നിസ്സാരമായി ഇങ്ങനെ ലീവ് ഇറ്റ് എന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾക്കൊരു ചെറിയ കാര്യമാണോ? എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ഈ സുമംഗലിയെ പോലെ എന്റെ മോളുടെ ഗർഭപാത്രമൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ ആ കാര്യം പറയേണ്ട ആവശ്യം എന്താ? അല്ലെങ്കിൽ ആ വസുവിനെ പോലെ ഇനി ഒരിക്കലും കുഞ്ഞ് ജനിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത് മിസ്സായ എന്റെ ബേബി വീണ്ടും പ്രഗ്നന്റ് ആവും. ഇതിനെന്തിനാ ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കുന്നേ? അഖിൽ, കാർത്തികയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. പതിയെ നടന്നു പോ മോളെ. സൂക്ഷിച്ച്. വിശ്വസിച്ചെന്നാ തോന്നുന്നേ. ഇനിയൊരു പക്ഷേ വസുവിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഞങ്ങൾ നടത്തിയ കാര്യത്തിനൊക്കെ ദൈവം ഞങ്ങളെ ശിക്ഷിക്കുന്നതായിരിക്കുമോ? ഐ എം വെരി സോറി അഖിൽ. വെരി വെരി സോറി. ഐ പ്രോമിസ്, എത്രയും വേഗം തന്നെ ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരും. ട്രസ്റ്റ് മീ അഖിൽ. പ്ലീസ് അഖിൽ, എന്നെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ തന്നെ ഇങ്ങനെ വിഷമിച്ച ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ അഖിൽ. നാളെ ഫാക്ടറി അവർ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയല്ലേ. നീ ഹാപ്പി ആയിട്ടിരിക്കെ. വെറുതെ മൂഡ് സ്പോയിൽ ആക്കണ്ട. പ്ലീസ് ഒന്ന് ചിരി അഖിൽ. പ്ലീസ് അഖിൽ, ഒന്ന് സ്മൈൽ ചെയ്യേ.
That's my baby. I love you, Akhil. നല്ല സൂപ്പർ ഐഡിയ ആയിരുന്നു സിസ്റ്റർ. കാർത്തികയുടെ ടെൻഷൻ മൊത്തം മാറ്റി. അല്ലെങ്കിൽ തന്നെ എത്ര നാളെന്ന് വെച്ചാ എന്റെ ബേബി ആ കള്ളവും ചുമന്നോണ്ട് ജീവിക്കുന്നേ. എന്തൊക്കെയായിരുന്നാലും സിസ്റ്റർ നല്ല ബുദ്ധിയാ. ഈ കാര്യം ഞാൻ എന്നോ ചെയ്യണമെന്ന് വിചാരിച്ചതാ. എനിക്ക് മുന്നേ സിസ്റ്റർ ചെയ്തു. നിങ്ങളുടെ ചേച്ചി വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പോയി അവരെ ആശ്വസിപ്പിക്കാൻ നോക്ക്. അതൊക്കെ ചെയ്യാനായിട്ട് ആ ഭാവന ഒരുത്തി അവിടെ ഉണ്ടല്ലോ. അമ്മേ, എന്താ ഭാവന ഇത്? നമ്മുടെ വീട്ടിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അന്ന് വസുവിന്, ഇന്ന് കാർത്തികയ്ക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങള്. അമ്മ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. കാർത്തിക മുൻപേ തന്നെ പ്രഗ്നന്റ് ആയിരുന്നില്ല. നീ എന്താ പറയുന്നത് ഭാവനെ? അമ്മ അന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്ന് പേടിച്ചിട്ടാണ് കാർത്തിക പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞത്. എനിക്ക് മോഡലിംഗ് എന്ന് വെച്ചാ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളോട് പറഞ്ഞ എന്നെ മോഡലിംഗ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് വിചാരിച്ചിട്ടാ ആരും അറിയാതെ ഞാൻ പോയതമ്മേ. ആദ്യം ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണോ അമ്മേ? സ്വന്തം വീട്ടിൽ പോയി നിൽക്കുമ്പോ നല്ല ബുദ്ധി ഉദിക്കും. ഏട്ടാ എഴുത്തി, നിങ്ങള് വീണ്ടും മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോവാ. മോനെ അഖിൽ, നീ ഒരു അച്ഛനാവാൻ പോവാടാ. കാർത്തിക ഗർഭിണിയാണെന്ന് തോന്നുന്നു. ഈ കാര്യം സുമംഗലി ഇളയമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അവരാണ് കാർത്തികയെ അങ്ങനെ കള്ളം പറയാൻ പ്രേരിപ്പിച്ചത്. നമ്മളെല്ലാവരും അവരെ പറ്റിക്കായിരുന്നു. ഈ കാര്യം നിനക്കെങ്ങനെ അറിയാം ഭാവനെ? എന്നെക്കാൾ മുന്നേ വസു അത് മനസ്സിലാക്കിയിരുന്നു. വസുവാണ് എന്നോട് വന്ന് പറഞ്ഞത്. പിന്നെന്താ അപ്പോഴേ എന്നോട് പറയാഞ്ഞത്? പറഞ്ഞാൽ അമ്മ സങ്കടപ്പെടുമെന്ന് കരുതിയാ പറയാത്തത്. വസു കാർത്തികയെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു. കാർത്തികയും വസുവിനോട് വന്ന് അവളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അതിനുള്ളിലാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോ ഗർഭിണിയായിരുന്ന വസുവിനെ ഗർഭിണിയല്ലാത്ത കാർത്തികയ്ക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യിപ്പിച്ചോ? അമ്മയാകാൻ പോകുന്ന വസുവിനെ ശ്രദ്ധിക്കാതെ വിട്ട് കള്ളം പറഞ്ഞ കാർത്തികയ്ക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എത്ര വലിയ പാപമാണ് ഞാൻ ചെയ്തത്. ഒരു സ്ത്രീ ആയിരുന്നിട്ടും വസുവിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. വിഷമിക്കാതിരിക്കാം അമ്മേ. സത്യം അറിയാതെയല്ലേ അമ്മ ഇതൊക്കെ ചെയ്തത്. ഇതിൽ അമ്മയുടെ ഭാഗത്തൊരു തെറ്റുമില്ല. സത്യം അറിഞ്ഞിട്ടും ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഭാവനെ. അഭിക്കായാലും വസുവിനായാലും ശരി, ഞാൻ ചെയ്ത അന്യായങ്ങളൊക്കെ ഓരോന്നായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്തു വന്നാലും ശരി, നാളെ തന്നെ അവരെ കണ്ട് അവരോട് മാപ്പ് ചോദിച്ചേ പറ്റൂ. നാളെ തന്നെ അഭിയും വസുവിനെയും കാണാൻ പോകാം ഭവനെ. പോകില്ലെന്ന് അവരോട് സത്യം ചെയ്തിരിക്കല്ലേ. കള്ളവും കാപ്പട്ടിയും ഉള്ളവരോട് ചെയ്യുന്ന സത്യമൊക്കെ ഒരു നഷ്ടവും ഉണ്ടാക്കില്ല. നാളെ തന്നെ അഭിയെ വസുവിനെയും കാണാൻ പോകാം. അവരോട് എനിക്ക് ക്ഷമ ചോദിക്കാതെ മനസ്സമാധാനം ഒരിക്കലും കിട്ടില്ല. ശരി അമ്മേ, നമുക്ക് പോവാം. ഏട്ടനും അഖിലും വാങ്ങിയ ഫാക്ടറിയിലാണ് ഞാൻ ജോലി ചെയ്തെന്നുള്ള കാര്യം വസന്തയോട് എങ്ങനെ പറയുക? ഞാൻ ബൊട്ടീക്കിലെ ജോലി ചെയ്യുന്ന കാര്യം ഏട്ടനോട് എങ്ങനെയാ പറയുക? ഞാൻ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ എങ്ങാനും അറിഞ്ഞാൽ അത് വസന്തയ്ക്ക് ഒരുപാട് വിഷമമുണ്ടാക്കും. ഞാനായിട്ട് പറയുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ഏട്ടനത് അറിഞ്ഞോ ഏട്ടനത് വിഷമാവും. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഞാൻ തന്നെ പറയുന്നതാ നല്ലത്. അതെ ഏട്ടാ.
പറഞ്ഞോളൂ ഏട്ടാ. താനല്ലേ എന്തോ പറയാൻ വന്നത്, ആദ്യം അത് പറയും. അത് അതെന്താന്ന് വെച്ചാ, എന്തായാലും പറഞ്ഞോളൂ. ഏട്ടൻ ഇവിടുന്ന് രാവിലെ ഫാക്ടറിയിലേക്ക് പോവും, പിന്നെ കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്കും പോവും, പിന്നെ വൈകുന്നേരം വരെയും ഞാൻ ഈ വീട്ടിൽ തനിച്ചിരിക്കണം. അടുത്ത വീട്ടിലെ പത്മ പോലും തനിച്ചിരിക്കില്ല. അതുകൊണ്ട് ഞാനും കൂടി ഒരു ജോലിക്ക് പോകണമെന്ന്. വേണ്ട വസുന്ധരെ, ഞാനുള്ളപ്പോ താനെന്തിനാ വേറെ ജോലിക്ക് പോകുന്നേ? വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ജോലിക്ക് പോയാ ചെറിയ ചെറിയ ചിലവുകളൊക്കെ. പ്ലീസ് വസുന്ധര, അങ്ങനെ ഒരു ആലോചന പോലും തന്റെ മനസ്സിൽ വേണ്ട. തന്നെ ജോലിക്ക് പറഞ്ഞു വിടുന്നതിന് എനിക്ക് ഒരു താല്പര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ രാവും പകലും ഓവർ ടൈം വർക്ക് ചെയ്തോളാം. താൻ വീടും കുട്ടികളും നോക്കി ഇവിടെ ഇരുന്നാ മതി, കേട്ടല്ലോ? എന്താ ഇത്, ബൊട്ടിക്കിൽ എനിക്ക് ജോലി കിട്ടിയ കാര്യം പറയാന്ന് വിചാരിച്ചപ്പോ ജോലിക്കേ പോകണ്ടെന്നാണല്ലോ പറയുന്നത്. ഈ സമയത്ത് ഏട്ടനും അഖിലും വാങ്ങിയ ഫാക്ടറിയിൽ ഞാൻ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പറഞ്ഞാൽ ചിലപ്പോൾ ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞാലോ? പറയാതിരിക്കുന്നതാ ബെറ്റർ. ഏട്ടൻ എന്തോ പറയാനായിട്ട് വന്നതാണല്ലോ, എന്താ പറയാൻ വന്നത്? അത് വേറൊന്നുമല്ല, ഫാക്ടറിയിലെ ജോലികളെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്, അത് പറയാൻ വന്നതാ, അത്രേ ഉള്ളൂ. അതൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞതല്ലേ. ഏട്ടനെ പരിചയമുള്ളവരാരും അവിടെ ഇല്ലല്ലോ. അതായത് പൂവ് വിൽക്കേണ്ട സ്ഥലത്ത് വിറക് വിൽക്കേണ്ടി വന്നാ അത് വിഷമാവില്ല ഏട്ടാ? വിഷമം വന്നാലും വിറക് വെട്ടിയില്ലേ പറ്റൂ. വസുന്ധരയോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ആ ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്തേ മതിയാവും. ഇപ്പോഴാണെങ്കിൽ കാശിന് വളരെ അത്യാവശ്യമുള്ള സമയമാണ്. അതുകൊണ്ട് വസുന്ധരയും കുട്ടികളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഏട്ടൻ എത്ര എതിർത്താലും ബൊട്ടിക്കിലെ ജോലി ചെയ്തേ പറ്റൂ. ചെറിയ ചിലവുകളൊക്കെ അങ്ങ് നടക്കും. ഏട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ട. അവര് ഫാക്ടറിയിലേക്ക് പോയ ഉടനെ നമുക്ക് അബിയുടെയും വസുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് വരാം. പോകാം ഭവനെ. ഇവര് തടഞ്ഞൊന്നു വെച്ച് നമ്മളെന്തിനാ നിക്കുന്നേ? എടുത്തി ഭവനെ, അവരെല്ലാരും ഹാളിൽ വെയിറ്റ് ചെയ്യാ. വേഗം ആരത്തി ഒന്ന് കൊണ്ടുവരണേ. വാ വേഗം വാ. നിങ്ങൾ വാങ്ങുന്ന ഫാക്ടറി നല്ല ലാഭം ഉണ്ടാക്കി അതുപോലെ വേറെ 100 ഫാക്ടറികൾ വാങ്ങാനും ഈശ്വരനോട് പ്രാർത്ഥിക്കും മക്കളെ. അതേപോലെ തന്നെ മുതിർന്നവരെടുത്തുന്ന അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഈശ്വരന്റെ അനുഗ്രഹം എത്രത്തോളം പ്രധാനാണോ അതുപോലെ തന്നെയാണ് മുതിർന്നവരുടെ അനുഗ്രഹം. അമ്മ ഇവിടെ ഉള്ളപ്പോ എന്റെ കാലി വീണാണോ അനുഗ്രഹം വാങ്ങുന്നേ? ഞങ്ങൾ ഇന്ന് ഒരു ഫാക്ടറിയുടെ ഓണേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആന്റിയാ. ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ആബി എപ്പോഴും പുകഴ്ത്തുന്നതല്ലാതെ
ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്താ ഭാസ്കർ മോനെ ഇത്? നിന്റെ അച്ഛന്റെ പിന്നാലെ പോവാതെ നിങ്ങളുടെ കൂടെ നിന്നതിന് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം ഇതാണോ? ആർക്ക് ബഹുമാനം കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം ഇളയമ്മേ. ജന്മം തന്നവരെ ബഹുമാനിക്കാത്ത നിങ്ങൾക്ക് ആ ദൈവം പോലും മാപ്പ് തരില്ല. ദൈവത്തെ പോലെ അംബിക ആന്റി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്, അല്ലാതെ ദൈവത്തോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഓക്കെ ഓക്കെ, എന്നെ പുകഴ്ത്തിയത് മതി. ഇപ്പൊ പുറപ്പെടാല്ലോ അല്ലേ? ആരെങ്കിലും ശകുനം വന്നാ നന്നായിരുന്നു. ഞാനെതിരായിട്ട് വരാം. നിക്ക് അങ്ങനെ നിക്ക്. വന്നോ. ഛേ, ഒരു നല്ല കാര്യത്തിന് പുറപ്പെടാൻ നിൽക്കുമ്പോ നിങ്ങൾ എന്തിനാ ആന്റി എതിരെ വരുന്നേ? മാറി നിന്നേ. നിങ്ങൾക്ക് പ്രായമായതല്ലാതെ ഒട്ടും വിവരം വെച്ചിട്ടില്ല സിസ്റ്റർ. നിങ്ങൾക്ക് എങ്ങനെയാ ശകുനം വരാൻ പറ്റുക? ശരിക്കും ഞങ്ങളുടെ ഇളയമ്മയ്ക്ക് ഒരു വിവരവും ഇല്ല ആന്റി.